നമസ്കാരം. മന്ത്രി സണ്ണി ജോസഫ് സ്വന്തം അളിയൻ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അളിയൻ ഇപ്പൊ ബി ജെ പി പോവും, എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പോലെ ഞാൻ ഒരു സമ്മാനം തരാം, പോവാതിരിക്കാൻ പിടിച്ചു നിർത്തിയാണ്. കാര്യം അനിയൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ബി ജെ പിയിൽ പോയി കഴിഞ്ഞു. അപ്പോ അളിയൻ പെട്ടിയെടുത്ത് തന്നിട്ട് ഞാൻ ഇപ്പൊ പോവേ എന്ന് പറഞ്ഞപ്പോ നില്ല് നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. സഹോദരി ഭർത്താവിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. കേട്ടല്ലോ, മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആരെ നിയമിച്ചിരിക്കുകയാണ്? സ്വന്തം അളിയനെ. അതായത് മന്ത്രി ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം ആർക്കൂടെ കിട്ടണം? സഹോദരിക്ക് കൂടെ കിട്ടണ്ടേ? എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സ്വന്തം അളിയന് വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ എം പി സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. സഹോദരി എം പി ആക്കി കൊടുക്കുന്ന പോലെ ഞാൻ മന്ത്രിയായി എന്റെ സഹോദരിയുടെ അളിയൻ എന്ത് കൊടുത്തു? ഒരു പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ലക്ഷങ്ങൾ വാങ്ങിക്കട്ടെ. കാര്യം നികുതി പണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ ഒഴുകി വരട്ടെ എന്നുള്ള മനോഭാവം അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റുമോ? എന്തായാലും പച്ചയ്ക്ക് ബന്ധു നിയമനം നടത്തുന്നത് ഇത്രയും കാലം ആരോപണങ്ങളായിരുന്നു. അതായത് മുഹമ്മദ് റിയാസ് മരുമോനായതുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു എന്നാണ് ഇവന്മാരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാര്യം മുഹമ്മദ് റിയാസ് മുസ്ലിമും പിണറായി ആരാണ്? ഹിന്ദുവാണ്. അദ്ദേഹത്തിന്റെ മോളെ കല്യാണം കഴിച്ചു. അത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഇതാരാണ്? DCC ജനറൽ സെക്രട്ടറി ആണത്രേ. ഈ DCC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അറിയാമല്ലോ, ആ പഞ്ചായത്തിലുള്ള മുഴുവൻ പേരും DCC ജനറൽ സെക്രട്ടറിമാരായിരിക്കും. എത്ര പേരുണ്ടോ അത്രയും DCC ജനറൽ സെക്രട്ടറി ഉണ്ടാവും. പിന്നെ എന്റെ അളിയനായതുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഈ പദവി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ഇതിന് കൊടി പിടിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നവർക്കൊക്കെ കൊടുക്കാമായിരുന്നു. ഇതൊന്നും കൊടുക്കണ്ടെന്നല്ല, പക്ഷെ അളിയൻ തന്നെ വരണമെന്ന് പറഞ്ഞാൽ ആ ബന്ധുക്കളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് കാണാതെ പോകരുത്. എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാർ ഇതിനു വേണ്ടി കൊടി പിടിക്കാൻ നടന്നില്ലേ മിസ്റ്റർ സണ്ണി ജോസഫ്? നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. ഇത് അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് മാത്രം നിന്നാൽ മതി. അതിപ്പോ MLA സ്ഥാനമാണെങ്കിൽ അച്ഛൻ മരിച്ചാൽ മകന് കൊടുക്കും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കൊടുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാലും നിയമനങ്ങൾ നടത്തുന്നത് ഏത് വഴിയാണെന്ന് മനസ്സിലായല്ലോ. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇതിനുവേണ്ടി വിറകും വെള്ളവും കോരിയവർക്ക് ഒരു ചുക്കും കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ടവർക്ക് എല്ലാ കാലത്തും കോൺഗ്രസ് അവഗണന മാത്രമാണ് കിട്ടുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ പല കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തവർക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ നിയമനം കൊടുത്തായിട്ട് അറിയാൻ കഴിയുന്നില്ല. അവരൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കഷ്ടപ്പാടും നടത്താതെ ബി ജെ പി പോവും എന്നുള്ള ഭീഷണിയിൽ അളിയന്മാരും കൊച്ചച്ചന്മാരും മച്ചമ്പിമാരൊക്കെ എങ്ങനെയാണ് നിയമനം നേടിയെടുക്കുന്നു എന്നതിന്റെ തെളിവാണ് സണ്ണി ജോസഫിലൂടെ പുറത്തേക്ക് വരുന്നത്. ചില്ലറ പൈസയല്ല കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത്. മന്ത്രിപ്പണി ചെയ്യുന്നതിന് കുടുംബത്തിൽ വരുന്നുണ്ട്, അളിയന് വരുമാനം വരുന്നുണ്ട്. ഇനി മച്ചമ്പിമാർക്കെല്ലാം ഇതുപോലെ വരുമാനം വരുത്താനുള്ള ഒരു വഴിയായിട്ട് ഖജനാവിന്റെ പണം മാറ്റുന്ന ഒരു രീതിയാണ് കാണാൻ പറ്റുന്നത്. ഇന്നലകളിൽ കുറ്റം പറഞ്ഞവർ, ഇന്നലകളിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞവരാണ്. ഇങ്ങനെയൊന്നും ആരെയും ബന്ധു നിയമനം നടത്തിയിട്ടില്ല. ഇവൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ആ സമയത്ത് ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയാക്കി എന്ന് പറഞ്ഞ് എന്തെല്ലാം കോലാഹലങ്ങളാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് വിട്ടതും. അത് വെച്ച് നോക്കുമ്പോൾ പ്രവർത്തന പരിചയം പോലും ഇല്ല. നിങ്ങൾ ഇതുവരെ എങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ബെന്നി ജോസഫ് എന്നൊരു അളിയനെ കുറിച്ച്? അദ്ദേഹം പൊടുന്നനെ രംഗത്ത് വരുന്നു, DCC ജനറൽ സെക്രട്ടറിയുടെ പേര് വരുന്നു, അതിനുശേഷം മന്ത്രിയുടെ സുപ്രധാന സ്റ്റാഫിൽ അംഗമാകുന്നു. ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആ അളിയൻ സ്നേഹമാണ് ആ നിയമനത്തിലൂടെ പുറത്തു വരുന്നത്.